എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഹൈഫ. ഞാൻ മൈമൂന. പരിശുദ്ധ ഖുർആൻ ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ അൽ മുഅ്മിനൂൻ സൂറത്തിലെ 43 മുതൽ 59 കൂടിയ വചനങ്ങളാണ്. പേജ് നമ്പർ 345. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما تسبق من أمة أجلها وما يستأخرون. ഒരു സമുദായവും തന്നെ അതിൻ്റെ അവധിയെ മുൻകടക്കുന്നതല്ല, അവധിക്ക് പിന്നിലായി പോകുന്നതുമല്ല. ثم أرسلنا رسلنا تترى كلما جاء أمة رسولها كذبوه فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون. പിന്നീട് നാം നമ്മുടെ ദൂതന്മാരെ റസൂലുകളെ തുടരെ അയച്ചുകൊണ്ടിരുന്നു. ഓരോ സമുദായത്തിനും അതിൻ്റെ ദൂതൻ വരുമ്പോഴെല്ലാം അവർ അദ്ദേഹത്തെ വ്യാജമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവരിൽ ചിലരോട് നാം അനുഗമിപ്പിച്ചു, ഒന്നിനു ശേഷം ഒന്നായി നശിപ്പിച്ചു. അവരെ മുഴുവനും നാം കഥാവിഷയങ്ങളാക്കുകയും ചെയ്തു. അപ്പോൾ വിശ്വസിക്കാതിരിക്കുന്ന ജനങ്ങൾക്ക് കാരുണ്യത്തിൽ നിന്നും വിദൂരത. ثم أرسلنا موسى وأخاه هارون بآياتنا وسلطان مبين. പിന്നീട് മൂസായെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളോടും വ്യക്തമായ അധികൃത രേഖയോടും കൂടി നാം അയക്കുകയുണ്ടായി. إلى فرعون وملئه فاستكبروا وكانوا قوما عالين. ഫിറൗന്റെയും അവന്റെ പ്രമുഖ സംഘത്തിന്റെയും അടുക്കലേക്ക് അപ്പോൾ അവർ അഹംഭാവം നടിക്കുകയാണ് ചെയ്തത്. അവർ പൊങ്ങച്ചക്കാരായ ഒരു ജനതയായിരുന്നു. فقالوا أنؤمن لبشرين مثلنا وقومهما لنا عابدون. അതിനാൽ അവർ പറഞ്ഞു, നമ്മെപ്പോലെയുള്ള 2 മനുഷ്യന്മാരെ അവരുടെ ജനങ്ങളാകട്ടെ നമ്മുടെ ആരാധകന്മാരുമാണ്, നാം വിശ്വസിക്കുകയോ? فكذبوهما فكانوا من المهلكين. അങ്ങനെ അവർ 2 പേരെയും വ്യാജമാക്കി. തന്നിമിത്തം അവർ നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിത്തീർന്നു. ولقد آتينا موسى الكتاب لعلهم يهتدون. മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകിയിട്ടുമുണ്ട്, അവർ അദ്ദേഹത്തിന്റെ ജനത സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടി. وجعلنا ابن مريم وأمه آية وآويناهما إلى ربوة ذات قرار ومعين. ഇബ്നു മറിയമിനെയും തന്റെ മാതാവിനെയും നാം ഒരു ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു. നിവാസയോഗ്യവും ഒഴുക്കുജലമുള്ളതുമായ ഒരു മേട് പ്രദേശത്തേക്ക് എത്തിച്ച് 2 പേർക്കും നാം അഭയം നൽകുകയും ചെയ്തു. يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. ഹേ ദൂതന്മാരെ, റസൂലുകളെ, നിങ്ങൾ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതിനെപ്പറ്റി ഞാൻ അറിയുന്നവനാകുന്നു. وإن هذه أمتكم أمة واحدة وأنا ربكم فاتقون. നിശ്ചയമായും ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം. ഞാൻ നിങ്ങളുടെ റബ്ബാകുന്നു. ആകയാൽ നിങ്ങൾ എന്നോട് ഭക്തി കാണിക്കുവിൻ.
ഇതായിരുന്നു എല്ലാവരോടും കൽപ്പിക്കപ്പെട്ടിരുന്നത്. فتقطعوا أمرهم بينهم زبرا كل حزب بما لديهم فرحون. എന്നാൽ അവർ ജനങ്ങൾ തങ്ങളുടെ കാര്യത്തെ തങ്ങൾക്കിടയിൽ കണ്ടം തുണ്ടമായി മുറിച്ചെടുത്തു കളഞ്ഞു. ഓരോ കക്ഷിയും തങ്ങളുടെ അടുക്കലുള്ളത് കൊണ്ട് സംതൃപ്തരാണ്. فذرهم في عمرتهم حتى حين. നബിയെ, കുറച്ചു കാലം വരെ അവരെ അവരുടെ വിഡ്ഢിത്തത്തിലായി വിട്ടേക്കുക. أيحسبون أنما نمدهم به من مال وبنين. അവർ വിചാരിക്കുന്നുണ്ടോ ധനവും മക്കളുമായി നാം അവർക്ക് സഹായം നൽകുന്നത്? نسارع لهم في الخيرات بل لا يشعرون. നന്മകളുടെ കൂട്ടത്തിൽ അവർക്ക് നാം ബന്ധപ്പെട്ട് നൽകുകയാണെന്ന്, പക്ഷേ അതൊരു പരീക്ഷണം മാത്രമാണെന്ന പരമാർത്ഥം അവർ ഗ്രഹിക്കുന്നില്ല. إن الذين هم من خشية ربهم مشفقون. നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ പേടിച്ചത് നിമിത്തം ഭയപ്പാടുള്ളവരായ ആളുകളും. والذين هم بآيات ربهم يؤمنون. തങ്ങളുടെ റബ്ബിന്റെ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കുന്നവരായ ആളുകളും. والذين هم بربهم لا يشركون. തങ്ങളുടെ റബ്ബിനോട് യാതൊന്നും പങ്കുചേർക്കാത്ത ആളുകളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.